മൈ ഗൈസ്, ഞങ്ങൾ പുറപ്പെട്ടു. തുടക്കം മുതൽ നല്ല വൈബായിരുന്നു. എൻ്റെ ഒരു അപാര ഡാൻസ് കണ്ടോ ഗൈസ്? കണ്ടില്ല എന്ന് പറയണ്ട, ഇപ്പോഴാ കാണുള്ളൂ, കണ്ടില്ല എന്ന് പറയണ്ട. ഞാൻ കൈവെക്കാത്തൊരു മേഖലയാണ്, എന്നാലും അതും കൂടി ഒഴിവാക്കണ്ട. ഇവിടുന്ന് ഞങ്ങൾ 10:30-ക്കാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ എത്താൻ 10 മണിയൊക്കെ കഴിഞ്ഞ്. ഇതാണ് നിക്കോ. ഇതൊരു ഭയങ്കര നാണക്കുട്ടനാണ്. ഒരു ഹായ് പറയാൻ പറഞ്ഞതിന് ഇത്രയും നാണം. ഇത് നമ്മൾ റൂമിലേക്ക് കയറി പോകുന്നത് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ടോട്ടല് 6 റൂംസ് എടുത്ത്. അപ്പില് ജെൻസിനും ഗ്രൗണ്ടില് ഗേൾസിനും. ഞങ്ങൾ എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി. എന്നിട്ട് നമ്മൾ ബാൽക്കണി വ്യൂ കാണാൻ ഇറങ്ങി. എന്ത് രസാലേ കാണാന്. നമ്മൾ രാവിലെ ഉണർന്നിട്ട് ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കിട്ടുകയാണെങ്കിൽ മൈൻഡിനൊരു ഇതാവും. പിന്നെ നമ്മൾ കുറച്ച് ആട്ടാട്ടമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ റെഡി ആവാൻ പോവാം. ഇതാ ഞാൻ ഒരുങ്ങുന്നു ഗായ്സ്. ഒരുങ്ങി ഇങ്ങനെയായി ഗായ്സ്. അപ്പം അമ്മയും കൂടി ജോയിൻ ചെയ്തു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അണക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് പനി തുടങ്ങി ഗായ്സ്. പണിപാളി പാവങ്ങൾ. ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറെ പോസൊക്കെ ഇട്ടതാ, ചമ്മിപ്പോയി. നമ്മൾ പിന്നെ പോയത് ലഞ്ച് കഴിക്കാനാണ്. മഹാരാജാസിലാണ് പോയത്. നിങ്ങൾ ആരെങ്കിലും കൊടൈക്കനാൽ വരുമ്പോൾ അവിടുന്ന് കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിച്ചോട്ടോ. അൺലിമിറ്റഡ് ആണ് മോർണിംഗ് ഫുഡും ലഞ്ചും ഒക്കെ. ഫുഡും മോശമില്ല. അത് പ്രിൻസസ് ഓഫ് ഹിൽസിലാണ്. പനിയായത് കൊണ്ടാട്ടോ എൻ്റെ മോന്ത് എങ്ങനെ. ഐ ലവ് ഫോറസ്റ്റ്, എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. ആദ്യം നമ്മൾ പോയത് ഈ വ്യൂ പോയിന്റിലേക്കാണ്. പിന്നെ ഇതാ സൂസൈഡ് പോയിന്റിലെത്തി. ഇത്രയും നല്ല വ്യൂ കൊണ്ടാണ്, ചാടാൻ പോയി തോന്നുകൊണ്ടാണ് ഇത്രയും നല്ല പേര് വന്ന്. അവർ തകർത്ത് പേനെടുക്കുക. നമ്മൾ അതിന് ഇടങ്ങാറാക്കാനൊന്നും പോയില്ല. പിന്നെ നമ്മൾ എവിടെയാ പോയെന്ന് നിങ്ങളോട് പറയണ്ടല്ലോ. ഗുണ മഞ്ഞുമൽ ബോയ്സ് ഫേമസ് ആക്കിയ ഗുണ കേവ് തന്നെ. കുട്ടേട്ടാ, ഓർമ്മയില്ലേ ഗായ്സ്? അവിടെയാണെങ്കിൽ ഒരു കല്യാണത്തിന് വരേണ്ട ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യ ചങ്ങല പോലെ കൈപിടിച്ചാ പോയെ. അല്ലെങ്കിൽ കാണാൻ കുറച്ച് ടാസ്കാ. വ്യൂ പോയിന്റ് കാണാനുള്ള സ്ഥലം സ്റ്റെയർ അടിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് കുറെ കുരുത്തം കെട്ടവന്മാർ അതിമ കയറിയിക്ക. ഇതാ നോക്ക്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ അവിടുന്ന് ഇറങ്ങി ബസ് കയറി നമ്മൾ കുറേ ദൂരം വരെ പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുത്തെ സ്ട്രീറ്റിൽ പോയി. നല്ല രസമായിരുന്നു. ഒരുപാട് ഷോപ്പുണ്ട്, കുതിര ഉണ്ട്, സൈക്കിൾ റൈഡ് ഉണ്ട്. സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ സൈക്കിളിൻ്റെ കാര്യം ഓർമ്മ വന്നത്. സൈക്കിൾ റൈഡിന് ഉമ്മി കയറിയിട്ട് ഉമ്മീനെയും നന്ദനേച്ചിനെയും സലിമേച്ചിനെ പേപ്പറിൽ കൊടുക്കേണ്ട വന്നിക്ക്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും 3 എണ്ണത്തിനെയും കണ്ടിട്ടില്ല. അത്രക്കും സമയമായിരുന്നു. എന്നിട്ട് ആ ദിവസം തൊട്ട് കഴിഞ്ഞു.